എന്താ പറയാനുള്ളത് മക്കളെ? ഇപ്പോൾ 4ാമത്തെ ഡൈവിലോട്ട് പോകാൻ പോവാണ് നമ്മൾ. അടുത്തത് കടലിൻ്റെ അടിയിലുള്ള ലോകം ഇസ് വെരി ഡിഫറെൻറ്റ്. ഒരു രക്ഷയില്ല. അതും നമ്മൾ സോളോ ആയിട്ട് ഡൈവ് ചെയ്യുമ്പോൾ, അതായത് ബഡ്ഡിയുടെ കൂടെ ഡൈവ് ചെയ്യുമ്പോഴുള്ള രസം ഒരു രക്ഷയില്ല ഗൈസ്. അടുത്ത ഒരു ഡൈവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ നിന്ന് വരുമ്പോൾ പ്ലാൻ ചെയ്ത 2 കാര്യമായിരുന്നു. ആ 2 കാര്യം എന്തായാലും ഇപ്പോൾ ലാസ്റ്റ് ഡൈവിലോട്ട് പോവാണ്. അപ്പോൾ ഇതേപോലെ ആഗ്രഹിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഐ ആം ടു ഗ്രേറ്റ്ഫുൾ. ഹാപ്പിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കമ്പനി കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഈ പ്രാവശ്യം റിസ്വാനുള്ളത് ഭയങ്കര അടിപൊളിയായി പോയി ഗൈസ്. നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. റിസ്വാൻ എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് സംഭവം? വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അടിയിൽ എങ്ങനെയുണ്ട്? വെള്ളത്തിൻ്റെ വെള്ളത്തിനടിയിൽ വേറൊരു ലോകമാണ്. ഇന്ന് മറ്റൊരു മീനിനെ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ എന്താ പറയാ, അത് മറ്റേ തൊട്ട് കഴിഞ്ഞ് വലുതാവും എന്നൊക്കെ പറയുന്ന സാധനമല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് അല്ല. നമ്മൾ ഈ വെക്കേഷന്, അതായത് 12 മാസം അല്ലെങ്കിൽ ഈ 6-7 മാസം പണി എടുത്തിട്ട് ആ ഗ്യാപ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണതിൽ എന്താണ് എൻ്റെ അഭിപ്രായം? മീൻസ് എന്താണ് എൻ്റെ ഫീലിംഗ്? അടിപൊളി ഫീലിംഗ് ആണ്. ഇനി നമുക്കിത് ആലോചിച്ചിട്ട് ഒരു 12 മാസം ഓടിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ മെയിൻ. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടും വലിയ പരിപാടി ഇറങ്ങൂല്ലേ നമ്മള്? അല്ല തന്നെ സ്കൂബ ചെയ്യാൻ ആഗ്രഹമുള്ളവർ DM ചെയ്യണം. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. മീൻസ് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ലീവിന് ഇത്രയും കുറച്ച് ദിവസം കൊണ്ട് സ്കൂബയുടെ കോഴ്സ് ചെയ്തത്. അത് ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതിൽ 4 ഡൈവും തിയറി ക്ലാസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എവിടെ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഐലൻഡ് എവിടെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ ചെയ്യാം. അല്ലാത്തവർ DM ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനി ഈ വെക്കേഷനിൽ അധികം യാത്രകളോ അല്ലെങ്കിൽ അധികം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. വീണ്ടും തിരിച്ച് ദുബായിലേക്ക് പോകുന്നു, പണിയെടുക്കുന്നു, സ്കൈ ഡൈവിങ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് പ്ലാൻ. അപ്പോൾ ഫോർ മോർ ഡീറ്റെയിൽസ് സ്റ്റേ ട്യൂൺഡ്.